നമസ്കാരം. പുതിയ KPCC അധ്യക്ഷൻ ക്രൈസ്തവ വിഭാഗത്തിൽ നിന്നുള്ള യുവ നേതാവായിരിക്കുമെന്ന് അറിയാൻ കഴിയുന്നു. ഹൈക്കമാൻഡ് നിർണായക നീക്കത്തിന് ഒരുങ്ങുകയാണ് എന്നുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത്. സാധ്യത കൽപ്പിക്കുന്നത് റോജി എം ജോൺ എന്ന് പറയേണ്ടിയിരിക്കുന്നു. AK ആന്റണി 32 വയസ്സിലും K മുരളീധരൻ 44 വയസ്സിലും KPCC പ്രസിഡന്റായത് ഒഴിച്ചു നിർത്തിയാൽ 50-ൽ താഴെ ആരും സമീപകാലത്തൊന്നും കേരളത്തിലെ കോൺഗ്രസിന്റെ തലപ്പത്തെത്തിയിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. PP തങ്കത്തിന് ശേഷം ക്രിസ്ത്യൻ വിഭാഗത്തിൽ നിന്നൊരാളെയും ഈ സ്ഥാനത്തേക്ക് നിയമിച്ചിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യവും. ഈ രണ്ട് കാര്യങ്ങളും പരിഗണിച്ചുകൊണ്ട് തന്നെയാണ് തീർത്തും അപ്രതീക്ഷിതമായ ഒരു നീക്കത്തിന് ഹൈക്കമാൻഡ് തയ്യാറെടുക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. ഒരു ക്രിസ്ത്യാനിയിലേക്ക്, ഒരു ക്രിസ്ത്യൻ വിഭാഗത്തിലെ വ്യക്തിയിലേക്ക് തെലങ്കാനയിൽ രേവന്ത് റെഡ്ഡിയെ നിയമിച്ചതടക്കമുള്ള പരീക്ഷണങ്ങളിലൂടെ യുവാക്കൾക്കിടയിൽ സ്വാധീനമുണ്ടാക്കുവാൻ കഴിയുകയും പിന്നീട് ഭരണത്തിലെത്തുകയും ചെയ്തു എന്നുള്ളത് ഒരു ചരിത്രമായി മുൻപിൽ കിടക്കുമ്പോൾ ഇതെല്ലാം കണക്കിലെടുത്തുകൊണ്ട് രാഹുൽ ഗാന്ധി മുൻകൈയെടുത്ത് ഇപ്പോൾ റോജി എം ജോണിനെ ചിലപ്പോൾ KPCC പ്രസിഡന്റ് ആക്കിയേക്കാം. ഉമ്മൻചാണ്ടിക്ക് ശേഷം ഒരു ക്രിസ്ത്യൻ നേതാവിൻ്റെ അഭാവം വിവിധ സഭാ വിഭാഗങ്ങളിൽ സജീവ ചർച്ചയാണിപ്പോഴും. ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്തെ ക്രൈസ്തവ വോട്ടുകളുടെ ഏകീകരണം വലിയ തോതിൽ കോൺഗ്രസിന് അനുകൂലമായി ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. 2 നിയമസഭാ മണ്ഡലങ്ങളിലേക്കും ലോക്സഭയിലേക്കും നടക്കാനിരിക്കുന്ന ഉപതെരഞ്ഞെടുപ്പുകൾ, ആ ഉപതെരഞ്ഞെടുപ്പ് പിന്നാലെയാകും പുനഃസംഘടന നടക്കുക എന്നുള്ളതാണ്. നിലവിൽ AICC സെക്രട്ടറി ആയിട്ടുള്ള റോജി എം ജോൺ, ആ റോജി എം ജോണിന് ഏറെ സാധ്യത കൽപ്പിക്കപ്പെടുന്നുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. കർണാടക നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ചുമതലയുണ്ടായിരുന്ന റോജിയുടെ പ്രവർത്തനങ്ങളിൽ DK ശിവകുമാർ അടക്കം ഉള്ള നേതാക്കൾ വലിയ മതിപ്പ് പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്നു. NSU പ്രസിഡന്റ് എന്ന നിലയിലും റോജിയുടെ പ്രവർത്തനങ്ങൾ അന്നേ ശ്രദ്ധേയമായിരുന്നു എന്നുള്ളതാണ്. രാഹുൽ ഗാന്ധിയുടെ പിന്തുണയും ഈ റോജി എം ജോണിനുണ്ട്. സിറോ മലബാർ സഭയിൽപ്പെട്ട റോജി എല്ലാ സഭകളുമായും നല്ല അടുപ്പം പുലർത്തുന്ന ഒരു വ്യക്തി കൂടിയാണ്. ഇതും ചിലപ്പോൾ അദ്ദേഹത്തിന് ഗുണകരമായി ഭവിച്ചേക്കാം. പ്രതിപക്ഷ നേതാവ് VD സതീഷിൻ്റെ പിന്തുണ കൂടി റോജിക്കുണ്ട് എന്നുള്ളതാണ്. 42-കാരനായ റോജിയെ പാർട്ടി ചുമതല ഏൽപ്പിച്ചാൽ യുവജനങ്ങളെ ആകർഷിക്കുവാൻ കഴിയുമെന്ന് ഹൈക്കമാൻഡ് വിലയിരുത്തപ്പെടുന്നുണ്ട്. താരതമ്യേന ചെറുപ്പക്കാരായിട്ടുള്ള നേതാക്കളെ പാർട്ടിയുടെ തലപ്പത്തേക്ക് കൊണ്ടുവരിക, അല്ലെങ്കിൽ പാർട്ടിയുടെ ചുമതല ഏൽപ്പിച്ച സംസ്ഥാനങ്ങളിലെല്ലാം തന്നെ അടുത്തിടെ കോൺഗ്രസിന് മികച്ച നേട്ടം കൊയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതൊരു വസ്തുതയാണ്. ഉത്തർപ്രദേശും തെലങ്കാനയും മഹാരാഷ്ട്രയും തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ എല്ലാം PCC പ്രസിഡന്റുമാരെല്ലാം 55 വയസ്സിൽ താഴെയുള്ളവരായിരുന്നു. അതുകൊണ്ട് തന്നെ അവിടെ നേട്ടമുണ്ടാക്കിയെടുക്കുവാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. പാലക്കാട്, ആലത്തൂർ, വയനാട് ഉപതെരഞ്ഞെടുപ്പുകൾ 3-4 മാസത്തിനകം ഉണ്ടാകുവാനുള്ള സാധ്യതയുണ്ട്. വരാനിരിക്കുന്ന പഞ്ചായത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ പരമാവധി സീറ്റുകൾ നേടുവാൻ പാകത്തിൽ പാർട്ടിയെ സജ്ജമാക്കുക, അതിനുള്ള തന്ത്രത്തിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് പുനഃസംഘടനയെക്കുറിച്ച് ഇപ്പോൾ KPCCയിലേക്ക് ആലോചിക്കുന്നത്. മാത്രമല്ല AICC അത്തരത്തിലൊരു തീരുമാനമെടുക്കാൻ പോകുന്നത്. ഹൈക്കമാൻഡ് ഒരു പുതിയ KPCC അധ്യക്ഷനെ ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നു. പക്ഷേ അവിടെയൊന്നും തീരില്ല. പലപ്പോഴും KPCC അധ്യക്ഷൻ്റെ കുപ്പായം തുന്നിക്കൊണ്ടിരിക്കുന്ന പലരുണ്ട് ഈ പാർട്ടിയിൽ. അതിലൊന്ന് പത്തനംതിട്ടയുടെ MP ആയിട്ടുള്ള ആൻറ്റോ ആൻ്റണിയാണ്. ആൻറ്റോ ആൻ്റണിയും ഈ ക്രിസ്തീയ വിഭാഗത്തിൽ നിന്നുള്ള ഒരു സ്വാധീനം അത് രേഖപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹത്തെയും ചിലപ്പോൾ KPCC പ്രസിഡന്റ് ആക്കണമെന്നുള്ള ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട്. ഇനി മറ്റൊരാൾ അടൂർ പ്രകാശ് MP ആണ്, ആറ്റിങ്ങലിൻ്റെ MP. അദ്ദേഹവും ഇങ്ങനെ ഈഴവ വിഭാഗത്തിൻ്റെ പ്രാതിനിധ്യം വേണമെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹവും മതപരമായ ജാതീയമായ തരത്തിൽ അദ്ദേഹത്തിന് KPCC അധ്യക്ഷ പദവി നൽകണമെന്ന് ആവശ്യപ്പെടുന്നുണ്ട്. ഇനിയുമുണ്ട് പലരും വീണ്ടും കുപ്പായം തുന്നിയിരിക്കുന്നവർ, അല്ലെങ്കിൽ K സുധാകരനെ പോലെ ഉള്ളവർ ആഗ്രഹിക്കുന്ന, K മുരളീധരനെ പോലുള്ളവർ തിരികെ കൊണ്ടുവരണമെന്ന് ആഗ്രഹിക്കുന്ന KPCC പ്രസിഡന്റുമാർ വരെ കേരളത്തിൽ ഇപ്പോൾ ഉണ്ട്. K സുധാകരൻ മാറിയാൽ K മുരളീധരനെ കൊണ്ടുവരുന്നതിൽ തനിക്ക് താല്പര്യക്കുറവില്ല എന്ന് പറഞ്ഞ ആളാണ് K സുധാകരൻ. പക്ഷേ VD സതീശിൻ്റെ എതിർപ്പ് കാരണമാണ് അത് നടക്കാതെ പോകുന്നത് എന്ന് പറയേണ്ടിയിരിക്കുന്നു. പക്ഷേ ഇവിടെയും KPCCയുടെ അധ്യക്ഷ പദവിയിലേക്ക് എത്താൻ പോകുന്നത് പക്ഷേ റോജി എം ജോൺ ആയിരിക്കും, അല്ലെങ്കിൽ അത്തരത്തിലൊരു ക്രിസ്ത്യൻ വിഭാഗത്തിൽ നിന്നുള്ള ഒരു വ്യക്തിയെയായിരിക്കും കേരളത്തിൻ്റെ PCCയുടെ ചുമതല ഏൽപ്പിക്കുക എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതിനുവേണ്ടി തന്നെയാണ് ഇപ്പോൾ ഹൈക്കമാൻഡ് ഒരു തീരുമാനത്തിലേക്ക് എത്തപ്പെടുന്നത്. യുവാക്കളിലേക്ക് ഭരണം കൈയാളുക, യുവാക്കളിലേക്ക് നേതൃത്വം നൽകുക എന്നുള്ള ഒരു രീതി അത് പല സ്ഥലങ്ങളിലും, തെലങ്കാനയിൽ രേവണ്ണ അടക്കമുള്ളവർ അത് തെളിയിക്കുകയും ചെയ്തു. അത് ഉത്തർപ്രദേശിലും മഹാരാഷ്ട്രയിലും തെലങ്കാനയിലൊക്കെ തെളിയിച്ച സാഹചര്യത്തിൽ കേരളത്തിലും അത്തരത്തിലൊരു സ്ഥിതിവിശേഷം ഉണ്ടായേക്കാം. ചിലപ്പോൾ നറുക്ക് വീഴുന്നത് റോജി എം ജോണിനായിരിക്കും.